ആത്മാവ്, മനസ്സ്, ശരീരം, ഇതാണ് ഒരു മനുഷ്യൻ. മാംസം ആത്മാവ് പറയുന്നതിനെ കേൾക്കില്ല, ആത്മാവ് മാംസം പറയുന്നതിനെ കേൾക്കില്ല. അതുകൊണ്ട് ആത്മാവിലും മാംസത്തിലും ഇടയെ എപ്പോഴും ഒരു പോരാട്ടമുണ്ടാകും. ദൈവത്തിനെതിരായി നിന്നെ മാറ്റാൻ മാംസിക മോഹങ്ങളും ആഗ്രഹങ്ങളും ശത്രു ഉണർത്തും. അപ്പോൾ മാംസം എന്താണ് പറയുന്നത്? ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞാൽ നീയും വഴക്ക് പറയുക, ആരെങ്കിലും നിന്നെ കോപിച്ചാൽ നീയും കോപിക്കുക എന്ന് പറയും. പക്ഷേ ആത്മാവ് പറയും, മകളെ, ഇതാണോ രക്ഷയുടെ അനുഭവം? കർത്താവ് തൻ്റെ അവസാനത്തെ രക്തം ചൊരിഞ്ഞ് നിന്നെ രക്ഷിച്ചതിന് നീ കൊടുക്കുന്ന സന്മാനം ഇതാണോ എന്ന് ചോദിക്കും. മാംസം എന്തു ചെയ്യും? അസൂയ കാണിക്കും. സഭയിൽ പോയാലും അസൂയ, വീട്ടിലിരുന്നാലും അസൂയ, പുറത്തു പോയാലും അസൂയ, സുഹൃത്തിനെ കണ്ടാലും അസൂയ, ആരെങ്കിലും നല്ല ആഭരണങ്ങൾ ധരിച്ചാൽ അസൂയ, നല്ല വാഹനം വാങ്ങിയാൽ അസൂയ, നല്ല വീട് പണിതാൽ അസൂയ, കുട്ടികൾ നല്ല വസ്ത്രം ധരിച്ചാൽ അസൂയ. എന്തുകൊണ്ട്? അവരെപ്പോലെ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്ത. സൗൽ മാംസത്തിനെ അനുസരിക്കുന്നവനായിരുന്നു. രാജാവാകിയ അവനെ ദൈവം താഴ്ത്തി. ദൈവത്തെ അനുസരിക്കുന്നവനായ ദാവീദ് ആടുകളെ മേய்ച്ചിരുന്നാലും അവനെ ദൈവം രാജാവാക്കി.